ചൂരൽമലയിലെ പുന്നപ്പുഴയിൽ ഒഴുക്ക് കൂടിയതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. പുഴ കര കവിഞ്ഞാൽ ജീവന് ഭീഷണിയാകും എന്നുള്ളതാണ് അവരുടെ പേടി. തൊഴിലില്ലാതാവുക എന്നത് മറ്റൊരു പ്രതിസന്ധിയായി നിൽക്കുന്നു. അതേസമയം ഇന്നലെ ശക്തമായ ഈ ഒഴുക്കിൽ തകർന്ന ചൂരൽമല സ്കൂൾ റോഡ് അത് പുനർനിർമ്മിക്കാനുള്ള ഒരു ശ്രമം ഇന്നുണ്ടായി. പക്ഷേ ആ പ്രവൃത്തിയെ നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞു. പടവെട്ടിക്കുന്നിലെ 27 കുടുംബങ്ങളെ പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇപ്പോൾ ചുരൽമല പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്ത 27 കുടുംബങ്ങളിൽപ്പെട്ട ഒരാൾ യൂനിസ്, അദ്ദേഹം നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. യൂനിസ്, നേരത്തെ നിങ്ങളുടെ പ്രതികരണങ്ങൾ കേട്ടതിൽ നിന്ന് മനസ്സിലാകുന്നത് നിങ്ങളുടെ ഭാഗത്തേക്കുള്ള റോഡ് പണി പൂർത്തീകരിച്ചാൽ നിങ്ങൾക്ക് അവിടെ താമസിക്കാനുള്ള ഒരു സൗകര്യമുണ്ടല്ലോ. ആ കണക്കിൽ നിങ്ങൾ ഈ പുനരധിവാസ പട്ടികയിൽ നിന്ന് മാറ്റി നിർത്താമെന്നൊരു ശ്രമം, അതാണ് നിങ്ങൾ ആരോപിക്കുന്നത് അല്ലേ? അതെ, അത് മാത്രമല്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റോഡ് പണി എടുക്കുകയെന്ന് പറയുന്നത് നിലവിൽ ജോൺ മത്തായി എന്ന ശാസ്ത്രജ്ഞൻ നോഗോസോൺ രേഖപ്പെടുത്തിയ പാതയിലൂടെ, അതായത് നിലവിലുണ്ടായ റോഡ് കഴിഞ്ഞ ഉരുൾപൊട്ടലുമായിട്ട് 100% നശിച്ച ആ വഴി കൂടെ തന്നെ താൽക്കാലികമായിട്ട് കല്ലും മണ്ണും ഇട്ടിട്ട് ഓരോ മാസം തോറും ലക്ഷക്കണക്കിന് രൂപകൾ ചെലവിട്ടിട്ട് പുനർനിർമ്മിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ മെയ് മാസത്തിൽ നല്ല മലവെള്ളപ്പാച്ചിൽ റോഡ് നഷ്ടപ്പെട്ടു. അതിലേക്ക് ഒരു 56 ലക്ഷം രൂപ വരെ ചിലവാക്കിയിട്ടാണ് താൽക്കാലികമായിട്ട് റോഡ് വീണ്ടും പുനഃസ്ഥാപിച്ചത്. അത് ഇന്നലെ മിനിയാന്നുള്ള മഴത്തോടു കൂടി ആ റോഡ് വീണ്ടും നഷ്ടപ്പെട്ടു. വീണ്ടും ഇന്ന് രാവിലെ അടുത്ത ലക്ഷങ്ങൾ ആ വെള്ളത്തിൽ കൊണ്ടിടാനുള്ള ശ്രമമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് കാണുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഞങ്ങൾ തടയുന്നത്. അവിടെ ഒരു 10-27 കുടുംബം അവിടെ ജീവിക്കുന്നുണ്ട്. അവരെ ഒരു പുനരധിവാസ ലിസ്റ്റ് ഉൾപ്പെടുത്താത്ത മുന്നേ ഇതുപോലുള്ള റോഡുകളൊക്കെ ഇപ്പോൾ ഇത്രയും ലക്ഷക്കണക്കിന് രൂപ കളഞ്ഞിട്ട് ഒരു മാസത്തേക്കും 10 ദിവസത്തേക്കും വേണ്ടിയിട്ട് എന്തിനാണ് ഈ റീവൈൻഡ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അത് മാത്രമല്ല, ഇന്നിപ്പോൾ ഏകദേശം നമുക്ക് ജൂൺ 26 അടുത്ത മാസം 30 തീയതി വന്നാൽ ഈ നാടിന് നടക്കിയ ദുരന്തം കഴിഞ്ഞിട്ട് ഒരു വർഷം തികയാൻ പോവുകയാണ്. ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഇവിടെ എന്താണ്, ഇവിടെ ആദ്യം നമുക്ക് ഇവിടെ താമസിക്കുന്നവരെടുക്കുക. ഇവിടെ മുഴുവൻ ആളുകളെയും അതായത് മാറ്റിപ്പാർപ്പിച്ചിട്ടില്ല. ഇനിയും ഭീഷണിയിലുള്ള ഒരുപാട് ജനത ഇവിടെ താമസിക്കുന്നുണ്ട്. അവർക്ക് വാടക നിഷേധിച്ചത് കാരണം അവർ എല്ലാ ദുരിതങ്ങളും സഹിച്ചിട്ട് ഈ നാട്ടിൽ ജീവിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളവരാണ്. അവർക്ക് എന്ത് അടിസ്ഥാന സൗകര്യമാണ് ഈ നാട്ടിൽ നിന്നുള്ളത്? ഒരു ചെറിയൊരു കുട്ടിക്ക് രാത്രി ഒരു ചെറിയൊരു വയറുവേദനയോ അല്ലെങ്കിൽ ഒന്നും വേണ്ടത് സ്വാഭാവികമായിട്ടും നമുക്ക് സംഭവിക്കുന്നതാണ്. ചെറിയ മക്കളെ ചെവിയിലെല്ലാം ചെറു പ്രാണികൾ വരെ പോകുന്ന സംഭവങ്ങളൊക്കെ ഇതുവരെ സംഭവിച്ചാൽ 10-15 കിലോമീറ്റർ ഈ ദുർഘട പാത താണ്ടിയിട്ട് വേണം ഒരു ഹോസ്പിറ്റൽ സഹായം കിട്ടണമെങ്കിൽ. അതുപോലെയുള്ള ഒരുപാട് ആവശ്യങ്ങൾ വരെ ഈ നാടിനെ തിരിഞ്ഞു നോക്കാതെ പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ദുരന്തബാധിതർക്ക് വേണ്ടി ഞങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കേരള ജനതയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഈ ഗവൺമെന്റ് കടന്നു പോകുന്നത്. ഇപ്പൊ ഇന്നലെയും മിനിയാന്നുമായിട്ട് ഒരുപാട് ചർച്ചകളുണ്ടായി, ഒരുപാട് ചർച്ചകൾ അവിടെ സംഘടിപ്പിക്കപ്പെട്ടു. അവിടുത്തെ ദുരിതബാധിതരുടെ പ്രതിനിധികൾ, അവിടുത്തെ ജനകീയരായ ആളുകൾ, ജനപ്രതിനിധികൾ, സർക്കാർ തലത്തിലുള്ള ഉദ്യോഗസ്ഥർ, ഇങ്ങനെ എല്ലാവരും ചേർന്നുള്ള പല ചർച്ചകൾ ഉണ്ടായില്ലേ? നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അവിടെ നേരിടുന്ന പ്രശ്നം എന്താണ്? ഇപ്പോൾ ഈ റോഡ് പണിതാലും അവിടെ തുടരാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറയാനുള്ള കാരണങ്ങൾ പ്രേക്ഷകർ കൂടി അറിയാൻ പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും. അതായത് നമ്മുടെ ചൂരൽമല ടൗൺ മുതൽ ഒരു 2 കിലോമീറ്ററോളം 100% ഈ റോഡ് നഷ്ടപ്പെട്ടതാണ്. 100% വാഷ് ഔട്ടായ ഏരിയയാണ്. ഈ 2 കിലോമീറ്റർ ഇനി ഒരു ജനതാമസവും ഇല്ല. അത് ജോൺ മത്തായിയുടെ നോഗോസോൺ ഏരിയ പെടുന്ന സ്ഥലമാണ്. ഇനി അതിലെ റോഡ് നിർമ്മിച്ചാലും ഈ 2 സൈഡും ക്രമേണ ഫോറസ്റ്റായി മാറി വന്യമൃഗങ്ങളുടെ ശല്യത്തിലൂടെ വേണം നമുക്ക് അതിലെ പോയി വരാൻ. നമ്മളെല്ലാം വീടുകളിൽ നിന്ന് ജോലിക്ക് പോയ 2-3 മാസം കഴിയുമ്പോഴൊക്കെ വീട്ടിലേക്ക് തിരിച്ചു വരിക. ചെറിയ മക്കൾ, LKGയിൽ പഠിക്കുന്ന മക്കൾ, 3 മാസം 4 മാസമായ മക്കളുണ്ട്. അവർക്ക് തരിച്ച് വേണം ഇവിടുന്ന് യാത്ര ചെയ്യാൻ. ഇവിടുത്തെ വിദ്യാഭ്യാസ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് 28 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വേണം വിദ്യാഭ്യാസത്തിന് ഒരു +1 +2 മക്കൾക്ക് പോകാൻ. അവർ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചിവിടെ ചൂരൽമല എന്ന് പറഞ്ഞ ടൗണിൽ ഇറങ്ങുന്ന സമയം വൈകിട്ട് 7-7:30. ഈ സമയത്ത് ഈ കൊച്ചുങ്ങൾ ഒറ്റയ്ക്ക് വേണം പിന്നെ ഈ 2 കിലോമീറ്റർ ദുർഘടപാത താണ്ടിയിട്ട് അവിടെ എത്തിപ്പെടാൻ. ഇതാണ് നമ്മൾ സർക്കാരിനോട് നമ്മൾ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ല ശ്രീ യൂനിസ്, അപ്പോൾ നിലവിൽ നിങ്ങൾ ഈ ഗതാഗത സൗകര്യം എങ്ങനെയാണോ? അതോ നിങ്ങൾ എല്ലാവരും വേറെ സ്ഥലങ്ങളിലേക്ക്, സുരക്ഷിതങ്ങളിലേക്ക് മാറി താമസിക്കുകയാണോ ഇപ്പോൾ? അതോ പഴയ ഇടങ്ങളിൽ ഉണ്ടോ എല്ലാവരും? നിലവിലിപ്പോൾ സർക്കാർ വാടക തരുന്നുണ്ട്. ഞങ്ങളെല്ലാവരും വയനാടിൻ്റെ പല ജില്ലകളിലായിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിലും അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്ന് വ്യക്തമാവുകയാണ്. എന്നിട്ടും സർക്കാർ ഈ റോഡ് പണിയുന്നത് പണം വെറുതെ ചെലവാക്കുന്നു. ഒപ്പം തന്നെ ഈ 27 കുടുംബങ്ങൾക്ക് മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടോ? അതാണ് നിങ്ങളുടെ പ്രശ്നം അല്ലേ?
തീർച്ചയായും. ശരി, സംഷാദ് മരക്കാർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സംഷാദ് മരക്കാർ ഇപ്പോൾ യൂനിസ് അവിടുത്തെ നാട്ടുകാരനാണ്. അദ്ദേഹം അവരുടെ ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ പറയുകയായിരുന്നു. എന്ത് ഇടപെടലാണ് സാധ്യമാവും? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വീണ്ടും അത് ഒഴുകി അല്ലെങ്കിൽ പുഴയെടുക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ വീണ്ടും റോഡ് പണിതിട്ട് ഈ 27 കുടുംബങ്ങളെ അവിടെ താമസിപ്പിക്കുന്നതിൽ എന്താണ് കാര്യം? എന്തുകൊണ്ടാണ് ഇവർ ഈ പട്ടികയ്ക്ക് പുറത്തു നിൽക്കുന്നത്? ഇവരെ പരിഗണിക്കാൻ എന്താണ് നേരിടുന്ന പ്രശ്നം അല്ലെങ്കിൽ പ്രതിസന്ധി? പടവട്ടിക്കുന്ന് പ്രദേശത്ത് 27 കുടുംബങ്ങളിൽപ്പെട്ട ഒരാളാണ് യൂനിസും ഇപ്പൊ പ്രതികരിച്ചത്. ഈ 27 കുടുംബങ്ങൾ ജനവാസ മേഖലയായ നോഗോ സോണിലാണ് എന്ന് ജോൺ മത്തായി കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഈ ആളുകളെ ഗുണഭോക്തൃ ലിസ്റ്റിൽ നിന്ന് മാറ്റി നിർത്തിയത്. ഈ ആളുകളെ 27 കുടുംബങ്ങളെയും തൊട്ടപ്പുറത്ത് പുഴയ്ക്കക്കരെയുള്ള റാട്ടപ്പാടിയിലെ ആളുകളെയും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് നമ്മൾ നിരന്തരം ആവശ്യപ്പെടുകയും ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ട ലിസ്റ്റിൽ ഇവർ വരാത്തതിനെ തുടർന്ന് ഇവരുടെ ഒരു പ്രത്യേക കേസായി പരിഗണിക്കണമെന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാരിന് വയനാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഇവരുടെ പേര് വിവരങ്ങൾ അടങ്ങിയ ലിസ്റ്റ് ശുപാർശ ചെയ്തിട്ടുള്ളതുമാണ്. ഈ ഒരു കാര്യത്തിൽ സർക്കാർ ഇതുവരെ ഒരു നയം വ്യക്തമാക്കിയിട്ടില്ല. ജോൺ മത്തായി കമ്മിറ്റി റിപ്പോർട്ട് വാസയോഗ്യമാണ് എന്നുള്ള സ്ഥലത്തുള്ള 27 പേരായതുകൊണ്ട് ഇവരെ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ആ പ്രദേശത്തേക്ക് നടന്നു പോകാൻ പോലും കഴിയുന്ന റോഡ് സംവിധാനം നമുക്ക് അവിടെ നിലവിലില്ല. നിലവിൽ അവിടെ റോഡ് നമ്മൾ പണിയണമെങ്കിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാൽ മാത്രമേ അവിടെ റോഡ് പണിയാൻ കഴിയുള്ളൂ. കാരണം സ്കൂൾ റോഡിലൂടെ കടന്ന് പടവട്ടിക്കുന്നിലെത്തുമ്പോൾ വളരെ ഉയരത്തിലാണ് ഇപ്പൊ ഇവരുള്ളത്. അതിന് താഴെ വെള്ളം ഒഴുകിയത് കൊണ്ട് മുഴുവൻ റോഡുകൾ ഒലിച്ചുപോയി. അത്രയും തുക ചെലവഴിച്ച് ഒരു റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നതിനേക്കാൾ ഉചിതം ഈ 27 ആളുകളെ കൂടെ ഈ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി പുനരധിവാസത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് ഈ പ്രശ്നം അവസാനിപ്പിക്കേണ്ടതാണ്. ഇത് അവസാനിപ്പിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ തീരുമാനവും ഉണ്ടാവുന്നില്ല. പടവട്ടിക്കുന്നിലെ ആളുകൾ സമരം ചെയ്തതാണ്. ആ സമരത്തിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. അവരുടെ കാര്യങ്ങൾ സംസാരിച്ചത്. പക്ഷേ ഈ തീരുമാനം ഇപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ കൈവശമുണ്ട്. അതിൽ ഇവരെ ഉൾപ്പെടുത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവർ നിൽക്കുന്നത്. പക്ഷെ അവിടെ ഓരോ മഴ പെയ്യുമ്പോഴും JCB കൊണ്ടുപോയി ചെറിയ രീതിയിൽ റോഡുകൾ വീണ്ടും നന്നാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ. അതാണ് ഇന്ന് നാട്ടുകാർ രാവിലെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവർക്ക് അതല്ല ആവശ്യം. അവർക്ക് അവിടെ ഒരു താൽക്കാലികമായി ഒരു ഓഫ് റോഡ് പോകുന്നത് പോലെ ഒരു റോഡ് ഉണ്ടാക്കി കൊടുത്തിട്ടൊരു കാര്യമില്ല. കാരണം അവിടെയുള്ള ആളുകൾ വളരെ സാധാരണക്കാരായ ആളുകളും കുട്ടികളൊക്കെ ഉള്ള സ്ഥലമാണ്. അവർക്ക് അതുപോലുള്ള വാഹനങ്ങളൊന്നുമില്ല. അവർക്ക് അതുപോലെയല്ല റോഡ് വേണ്ടത്. റോഡ് നന്നായി നിർമ്മിക്കണം. അതിന് കോടികൾ ചെലവാകും. അതിൽ അവർ തന്നെ പറഞ്ഞതാണ് നമ്മൾ പുനരധിവാസത്തിൽ ഉൾപ്പെടുത്തിയ ഞങ്ങൾ അവിടെ നിന്ന് മാറാൻ തയ്യാറാണ് എന്ന്. ഈ ജോൺ മത്തായിയുടെ ഒരു ബേസ്ലെസ് ആയ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ജനവാസത്തിന് പറ്റിയ സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ കുടുംബം ഈ ലിസ്റ്റിൽ നിന്ന് വരാത്തത്. അവരെ ഉൾപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ശുപാർശ സംസ്ഥാന സർക്കാരിന്റെ കൈവശമുണ്ട്. സർക്കാർ അടിയന്തരമായി അവരെ കൂടെ ഈ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് പരിഹരിക്കാൻ കഴിയുന്ന ഏക മാർഗം. ശരി, വളരെയധികം നന്ദി ശ്രീ സംഷാദ് മരക്കാർ. അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് സംസാരിച്ചത്. ഈ 27 കുടുംബങ്ങൾക്ക് ഇപ്പോൾ റോഡ് പണിത് കൊടുത്ത് അവരെ വീണ്ടും അവിടെ കൊണ്ടുപോയി ഒറ്റപ്പെട്ട നിലയിൽ താമസിപ്പിക്കാതെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നുള്ളതാണ് നിരന്തരമായി അവർ ഉന്നയിക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത്. പക്ഷേ സർക്കാരിന് മുന്നിലുള്ള കമ്മിറ്റി റിപ്പോർട്ട് അതിന് ശുപാർശ ചെയ്യുന്നതല്ല. പകരം അവർക്ക് റോഡ് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. യൂനിസ് നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. യൂനിസ്, ഇപ്പോൾ ഈ കാര്യങ്ങളിൽ സർക്കാർ ഒരു തീരുമാനമെടുത്ത് അവിടെ നിൽക്കുന്നു. ഇപ്പോഴുള്ള ദുരിതബാധിതരുടെ പട്ടികയിൽ, പുനരധിവാസത്തിലുള്ള പട്ടികയിൽ നിങ്ങളില്ല. ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷയുണ്ട്. എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ചയാണ് CPM-ന്റെ രാഷ്ട്രീയ പത്രമായ ദേശാഭിമാനി എന്ന പത്രത്തിൽ കട്ടിംഗ് ആയിട്ട് വന്നത്. അതായത് ഒരു ലിസ്റ്റ് കൂടെ ഇറങ്ങാനുണ്ട്. ഒരു അന്തിമ ലിസ്റ്റും കൂടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പുനരധിവാസ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഇറങ്ങാനുണ്ട്. ആ ലിസ്റ്റിൽ പടവട്ടിക്കുന്നുകാരെ ഉൾപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ പാർട്ടി പത്രമായ ദേശാഭിമാനിയിൽ ഒരു ന്യൂസ് വന്നായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങളെ കളക്ടറേറ്റിലേക്ക് ഹിയറിങ്ങിന് വിളിക്കുന്നത്. ഈ ഹിയറിങ്ങിന് വിളിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ ADM-ഉം കളക്ടറും നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് അവിടെ വഴി സൗകര്യം റെഡിയാക്കി തരും, നിങ്ങളവിടെ പോയി താമസിക്കണമെന്നാണ് പറയുന്നത്. ശരി യൂനിസ്, എന്തായാലും സങ്കടകരമായ ഒരു അവസ്ഥയാണ്. നിങ്ങളുടെ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാക്കാൻ അധികൃതർക്ക് എത്രയും വേഗം കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 27 കുടുംബങ്ങളാണ്, യൂനിസ് അടക്കമുള്ള 27 കുടുംബങ്ങളാണ്. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക്, നിലവിൽ അവർ വയനാട് ജില്ലയിലെ പലയിടങ്ങളിലും ദുരിതാശ്വാസ പുനരധിവാസത്തിന്റെ ഭാഗമായിട്ട് താമസിക്കുകയാണ്. സർക്കാർ വാടക നൽകുന്ന നിലയിൽ താമസിക്കുകയാണ്. അവർക്ക് കുടുംബങ്ങൾ ഉള്ളത് വാസയോഗ്യമായ സ്ഥലത്താണ് എന്നുള്ളത് കൊണ്ടാണ് അവിടേക്കുള്ള റോഡാണ് പ്രശ്നം. ആ റോഡ് നിർമ്മിച്ചു കൊടുക്കാനാണ് സർക്കാരിന് മുന്നിൽ വെച്ചിരിക്കുന്ന ശുപാർശ.
പക്ഷേ ഈ റോഡ് എങ്ങനെയെങ്കിലും ഒരു സാധാരണ രീതിയിലുള്ള അടുത്ത മഴ വന്നാൽ തകരുന്ന തരത്തിലുള്ള റോഡ് പണിതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല. ഒരു നല്ല റോഡ് പണിയുക എന്ന നിലയ്ക്കാണെങ്കിൽ അത് കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്ന ഒന്നാണ്. അതുകൊണ്ട് അതിലേക്ക് പോകാതെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്തി തങ്ങളെ കൂടി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കണം മാറാൻ തയ്യാറുമാണ്. അവർ വേറെ സ്ഥലങ്ങളിലേക്ക് മാറാൻ തയ്യാറുമാണ്. പക്ഷേ നിലവിൽ സർക്കാർ അതിനോടുള്ള അനുകൂല സമീപനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഇന്ന് ആ റോഡ് പണിയുന്നത്. ഇപ്പൊ പറഞ്ഞത് ശരിയാണ്, നേരത്തെ ലക്ഷങ്ങൾ മുടക്കിയാണ് റോഡ് പണിത്, അത് ഇന്നലെ ഒലിച്ചുപോയി. വീണ്ടും ലക്ഷങ്ങൾ കൊണ്ടുപോയി ഇടുക, അത് ഒലിച്ചു പോവുക. ആ പണമൊക്കെ ഇവരുടെ പുനരധിവാസത്തിന് വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ടതായിരുന്നു. അത് സംഭവിക്കാത്തുള്ള പ്രതിഷേധമാണ് നാട്ടുകാർ അറിയിച്ചത്. എന്തായാലും